ഉല്ലാസ് കോവൂർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് കൂടിയാണ്. താങ്കളെ ചോദിച്ചറിഞ്ഞിരുന്നു എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. അതെ 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 ഗുരുതരമായ ഒരു അനാസ്ഥയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ സമയബന്ധിതമായി ഇത് എസ്റ്റിമേറ്റ് എടുപ്പിച്ച് പ്രവർത്തിക്കുള്ള പണം അടച്ച് അപേക്ഷ നൽകിയിരുന്നെങ്കിൽ ഇത് വളരെ നേരത്തെ തന്നെ ഇത് ഉയർത്തി കെട്ടാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടും അത് നടന്നില്ല. വളരെ ഗുരുതരമായ അനാസ്ഥയുടെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ നാടാകെ കടന്നു പോകുന്നത്. കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുരുന്നിനെ ഇത്ര അലംഭാവത്തോടു കൂടി ഈ ഇലക്ട്രിക് ലൈനുകൾ ഉയർത്തി കെട്ടാതിരുന്നത് മൂലം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അനധികൃതമായ ഒരു നിർമ്മിതി, ഈ ഇലക്ട്രിക് വയറുകൾ കാണുന്ന താഴ്ഭാഗത്തായിട്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതിനിടയിൽ തകര ഷീറ്റുകളും സ്ക്വയർ ട്യൂബുകളും വെച്ച് നിർമ്മിച്ച ഒരു അനധികൃത നിർമ്മിതി നമുക്ക് കാണാം. ഇതിന്റെ മുകളിലൂടെയാണ് ഈ കുഞ്ഞ് ചെരുപ്പെടുക്കാനായി പഴയ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്നും കടന്ന് ഇതിന് മുകളിലേക്ക് വന്നത്. അവിടെ വളരെ കയ്യെത്തുന്ന ദൂരത്ത് ഈ ഇലക്ട്രിക് ലൈൻ കടന്നു പോവുകയാണ്. ഏകദേശം ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന്റെ മധ്യഭാഗത്തു കൂടി ഈ 4 ലൈനുകൾ ഒരുമിച്ച് പാസ് ചെയ്യുകയാണ്. ഇത് സാധാരണഗതിയിൽ നോക്കുന്ന ആളുകൾക്ക് പോലും ഭയം തോന്നും. അപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് പറയുന്ന വാദം കഴിഞ്ഞ പ്രിൻസിപ്പലിന്റെ കാലത്ത് ഇലക്ട്രിസിറ്റി ബോർഡിന് അപേക്ഷ കൊടുത്തിരുന്നു എന്നാണ്. അങ്ങനെ അപേക്ഷ മാത്രം കൊടുത്താൽ എങ്ങനെയാണ് ഇലക്ട്രിക് പ്രവർത്തികൾ നടത്താൻ കഴിയുക? സ്കൂളുകൾ ജൂൺ 1 പുനരാരംഭിക്കുന്നതിന് മുൻപ് കൃത്യമായ ഫിറ്റ്നസ് പരിശോധന നടത്താൻ എല്ലാ സ്കൂളുകൾക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം നൽകിയതാണ്. നമ്മൾ ആ സർക്കുലർ വായിച്ച ആളുകളാണ്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഏത് രീതിയിൽ ഫിറ്റ്നസ് പരിശോധനകൾ ഉറപ്പാക്കണമെന്ന് അതിൽ കൃത്യം പറയുന്നുണ്ട്. താഴ്ന്നു കിടക്കുന്ന വൈദ്യുതി ലൈനുണ്ടെങ്കിൽ അത് മാറ്റണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും നോക്കൂ, കാലവർഷമൊക്കെ കനക്കാൻ പോകുന്ന സമയത്ത് ഇത്രയും ഗുരുതരമായൊരു വീഴ്ച ഗുരുതരമായ വീഴ്ച എന്ന് പറഞ്ഞ് ചുരുക്കാൻ കഴിയില്ല. ഇത് സത്യത്തിൽ ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. സ്കൂൾ വർഷാരംഭത്തിൽ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തിട്ടുള്ള നോംസിനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. അപ്പോ സ്വാഭാവികമായും ഒരു ഇലക്ട്രിസിറ്റി ബോർഡിൽ അപേക്ഷ നൽകിയാൽ മാത്രം അത് ഉയർത്തി കെട്ടാൻ കഴിയില്ല എന്നുള്ളതാണ് ഔദ്യോഗികമായി KCBയിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സ്കൂൾ മാനേജ്മെന്റ് എസ്റ്റിമേറ്റ് എടുപ്പിച്ച് ഫണ്ട് അടയ്ക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറായില്ല എങ്കിൽ പഞ്ചായത്തിനെ കൊണ്ട് എസ്റ്റിമേറ്റ് എടുപ്പിച്ച് പഞ്ചായത്തിൽ നിന്നും ഫണ്ട് അനുവദിപ്പിച്ചിരുന്നു എങ്കിൽ അവർ ഇലക്ട്രിസിറ്റി ബോർഡ് ഉയർത്തി കൊടുക്കുമായിരുന്നു എന്നുള്ള ഒരു അനൗദ്യോഗികമായ ഒരു അറിയിപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സത്യത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ഗുരുതരമായ അനാസ്ഥ ഈ വിഷയത്തിൽ കാട്ടിയിട്ടുണ്ട്. വളരെ താഴ്ന്നു ഇലക്ട്രിക് നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമല്ലേ. അവർ പറയുന്നത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരും ഒന്നും ചെയ്തില്ല എന്ന്. ആരാണ് ചെയ്യേണ്ടത്? ആവർത്തിച്ച് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡ് സാധാരണഗതിയിൽ പ്രവൃത്തി എടുക്കുമോ? നമ്മളതെല്ലാം പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളല്ലേ. അവിടെ എസ്റ്റിമേറ്റ് എടുപ്പിച്ച് ഫണ്ട് അടച്ച് അപേക്ഷ കൊടുത്താൽ മാത്രമല്ലേ അവർക്ക് അത് എടുക്കാൻ കഴിയുള്ളൂ. അത് മാനേജ്മെന്റ് ചെയ്തിട്ടില്ല. അത് മാനേജ്മെന്റ് വർഷാരംഭത്തിൽ തന്നെ ചെയ്യേണ്ടതല്ലേ. 2 മാസം സ്കൂൾ അടച്ചിരുന്നു. ആ സമയത്ത് ഇത് എസ്റ്റിമേറ്റ് എടുപ്പിച്ച് ഉയർത്തി കെട്ടിക്കേണ്ടതല്ലേ. അതുണ്ടായില്ല. ഇപ്പം വേറൊരു കാര്യം കൂടി ഉള്ളത്, ഇപ്പൊ ഈ കുഞ്ഞു മക്കൾ കളിക്കുകയായിരുന്നു. കളിച്ച സമയത്ത് ചെരുപ്പ് പുറത്തേക്ക് പോയപ്പോഴാണ് ഈ മിഥുൻ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഏത് കുട്ടിക്ക് വേണമെങ്കിലും പുറത്തേക്ക് എടുത്ത് ചാടാൻ കഴിയുന്ന രീതിയിൽ ഒരു സുരക്ഷാ ഭിത്തി പോലും ഇല്ലാതെയാണ് ആ മുകളത്ത് നിലനിൽക്കുന്നത്. ഒന്നുമില്ല. അപ്പോഴാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി എന്ന് പറയപ്പെടുന്ന നോംസിന് എന്ത് വിലയാണ് ഇത്തരം മാനേജ്മെന്റുകൾ കൊടുക്കുന്നത്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുന്ന സർക്കുലറുകൾക്ക് എന്ത് വിലയാണ് ഈ വിദ്യാലയങ്ങൾ കൊടുക്കുന്നത്? ഇതിങ്ങനെ അങ്ങ് നടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ ഇതുപോലെ കുരുന്നുകളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നാട്ടിലുള്ളത്. അത് തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ മാത്രമല്ല, മറ്റ് കേരളത്തിലെ ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഇത്തരമായ അപകടകരമായ അവസ്ഥ ഉണ്ട്. ഒരു ദുരന്തം വരുമ്പോൾ മാത്രം ഇത് ചർച്ച ചെയ്യപ്പെടുകയാണ്. അല്ലാതെ ഇത് മാനേജ്മെന്റോ മറ്റ് അധികാരികളോ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 13 വയസ്സുള്ള കേവലം 8ാം ക്ലാസ്സുകാരനായ വിപിന്റെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ദാരുണമായ ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. ശരി, വളരെയധികം യഥാർത്ഥ പ്രതികൾ ഇലക്ട്രിസിറ്റി ബോർഡും എനിക്ക് താങ്കളോട് പറയാനുള്ള ഒരു കാര്യം, താങ്കൾ അവിടെ നിന്നുള്ള താങ്കൾക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയാം, സ്കൂളിൽ പഠിച്ച വ്യക്തി കൂടിയാണ്. അപ്പോൾ അവരോടൊന്ന് അവിടെയുള്ള അധികാരികളോടൊന്ന് സംസാരിക്കാൻ താങ്കൾ സമയം കണ്ടെത്തണം. ഇനി എന്തൊക്കെ കുഴപ്പങ്ങൾ ആ കെട്ടിടം നേരിടുന്നുണ്ട് എന്ന് താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറഞ്ഞതാണ്. അവിടേക്ക് പോകുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിക്കുന്ന സർക്കുലറുകൾ വർഷാരംഭത്ത് തന്നെ കൊടുക്കുന്ന നോംസുകൾ ഇതൊന്നും പാലിക്കാതെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നതെന്നുള്ള അപകടകരമായ സ്ഥിതി കൂടി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ഉല്ലാസ് കോവൂർ നമുക്കൊപ്പം സംസാരിച്ചതിന്.